സ്ത്രീക്ക് സ്നേഹിക്കുന്ന ആളുമായിട്ടാണ് സെക്സ് ചെയ്യാൻ താല്പര്യം. പുരുഷൻ ആരുമായിട്ട് സെക്സ് ചെയ്യാൻ റെഡിയാണ്. 5 മിനിറ്റ് കൊണ്ട് വളച്ചെടുത്ത് സെക്സ് ചെയ്യാൻ പുരുഷൻ റെഡിയാണ്. അതിനെ നമ്മൾ സെക്സ് എന്നാണ് പറയുന്നത്. അതെന്ത് സെക്സാണ്? സ്നേഹത്തിൻ്റെ ഒരു ഊഷ്മള ഭാവങ്ങളുടെ ഒരു മാക്സിമം എക്സ്റ്റെൻ്റ് ആണ് സെക്ഷുവാലിറ്റി ആവേണ്ടത്. അത് ഭാര്യയും ഭർത്താവും തമ്മിലായാലും ആര് തമ്മിലായാലും. പക്ഷെ ആ ഒരു വിഷയത്തെപ്പറ്റി സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കട്ടെ ആദ്യം. അവൻ്റെ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതാകുന്നു, അപ്പോൾ വഴക്കുണ്ടായി പിന്നെ സെക്സ് ഇല്ല എന്നുള്ളൊരു രീതി. ഈ ക്രൂരത കൂടുതലായിട്ട് ഞാൻ കാണുന്നത് പുരുഷന്മാർ സ്ത്രീകളോട് ചെയ്യുന്നതായിട്ടാണ്. വിവാഹത്തിന് മുൻപ് തന്നെ യോനിപ്പൊരുത്തം നോക്കുന്നത് പോലെ വ്യക്തികൾ തമ്മിലുള്ള പൊരുത്തം, അതിന് സെക്സ് ചെയ്തല്ല നോക്കേണ്ടത്. ഇതിന്റെ ഒരു തെറ്റാണ്, പാപമാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് കാണേണ്ട ഒരു അവസ്ഥയെ വളരെ കോംപ്ലിക്കേറ്റഡ്. നമ്മുടെ നടൻ തിക്കുറിശ്ശിയില്ലേ, അദ്ദേഹം പറഞ്ഞിരുന്നു, ലൈംഗികത അശ്ലീലമാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യർ മുഴുവനും അശ്ലീലങ്ങളാണ് എന്നൊരു തമാശ അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു. നമ്മൾ പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, പത്രങ്ങൾ ഇന്റർനെറ്റ് ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമായിട്ട് കാണുന്ന ഒരു പരസ്യം, ലിംഗവലുപ്പം കൂട്ടാൻ മരുന്ന് യന്ത്രം. ഇത് ഒന്നാന്തരം തട്ടിപ്പാണ്. ഈ പുരുഷന്റെ ലിംഗം എന്ന് പറയുന്നത് നമ്മുടെ കൈവിരല്, നമ്മുടെ ചെവി, മൂക്ക്, കണ്ണ്, ഇതൊക്കെ പോലെ ഒരു അവയവമാണ്. അത് വലുതാക്കാൻ ലോകത്താരും ഒരു മരുന്ന് ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. കാമുകന്മാർ ഇരുന്ന് വേണമെങ്കിൽ സെക്സിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവർക്കൊരു മടിയും ഉണ്ടാവാറില്ല, അല്ലെ? ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഇതേക്കുറിച്ച് സംസാരിക്കാൻ മടി കാണിക്കുന്നു. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഇതിൽ കൃത്യമായിട്ട് നിലപാടുള്ള ആൾക്കാർ തന്നെയാണ് പലപ്പോഴും പോവുക. പക്ഷേ ഈ ഗ്രാമപ്രദേശത്ത് നോക്കെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ വളർന്ന സ്ഥലത്തുള്ള ആൾക്കാർ പലപ്പോഴും ഇതിന് ഓപ്പൺ ആയിരിക്കണമെന്നില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കോൺവെന്റ് സ്കൂൾ കൾച്ചറൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോഴും. അയ്യോ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്, ഭയമാണ്, അല്ലെങ്കിൽ ഇത് പറയുന്നത് എന്തോ എന്നെക്കുറിച്ച് മോശമായിട്ട് ഉണ്ടാക്കും, അങ്ങനെ മോശമായി കാണുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ ഇഷ്യൂസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഇത്രയും പേരൊക്കെ വന്ന് ഇവിടുന്ന് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇത്രയെങ്കിലുമൊക്കെ ആൾക്കാരെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ. പൊതുവെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതൊരു രോഗമാണെന്ന്, ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നൊക്കെ ഒരു ചെറിയ തോന്നലെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് പലപ്പോഴും സംസാരിക്കാൻ മടിയുള്ള ആൾക്കാർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇനി വളരെ ഉന്നതമായ തലത്തിൽ ചിന്തിക്കുന്ന പുരോഗമനം പറയുന്ന ആൾക്കാർക്ക് പോലും പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് ഫേസ് ചെയ്തിട്ടുള്ള ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു ഇതിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നിന്നിരുന്നു. അപ്പോൾ സിനിമകളൊക്കെ ഇല്ലേ, ചുംബിക്കുന്ന സിനിമകൾ, സെക്ഷുവാലിറ്റി കാണിക്കുന്ന സിനിമകളൊക്കെ, അതൊക്കെ ചില സ്ഥലത്ത് ഒരു പൊളിറ്റിക്കൽ ഇതിലൊക്കെ ബുക്കൊക്കെ വെച്ച് മറച്ചിട്ടുള്ള രീതിയിലൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പം അതേ സെയിം ആൾക്കാരാണ് ഇപ്പം സംസാരിക്കുന്നതും കുറച്ചും കൂടി ലിബറലാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി അടഞ്ഞിരുന്ന ഒരു സാധനം തുറന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല സൈനാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണെന്നറിയോ? ഈ റേപ്പ് ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയും ടെൻഷനും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ അധികം കെയർ ചെയ്യുന്നില്ല. റേപ്പ് നടന്നു, ഇപ്പൊ ജിഷയുടെ ഉണ്ടായപ്പോ നമ്മളെല്ലാവരും അവിടെ പോയി മെഴുകുതിരി കത്തിച്ചു, പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ അതിന് മുമ്പുള്ള കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെ ഈ റേപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു വെറും ഒരു വസ്തുവായിട്ട് ശരീരങ്ങളെ കാണുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാക്കുന്നു, അതിലപ്പുറം ഒരു പുരുഷനോ സ്ത്രീയോ ഒന്നിച്ച് നടന്ന് ഒരുമിച്ച് മഴ നനയുമ്പോഴോ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥ സെക്സ്വൽ അല്ല. അത് അതിനേക്കാൾ സന്തോഷമുള്ള വേറെ എന്തൊക്കെയോ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിലേക്കൊന്നും നമ്മള് ആൾക്കാർ തമ്മിൽ ഇടപെടാൻ സമ്മതിക്കാതെ ആണ് കൊണ്ടുപോകുന്നത്. അത് എന്റെ ചോദ്യം വീണ്ടും ഞാൻ ഡോക്ടറോട് തന്നെ ചോദിക്കുന്നു. സാധാരണഗതിയിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ സംസാരിച്ചാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, കാമുകന്മാർ അതേക്കുറിച്ച് സംസാരിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നമ്മള് പരീക്ഷ ജയിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കാറില്ലല്ലോ എന്നാണ് എൻ്റെ മറുപടി. കാരണം നേടിയെടുക്കുന്നവരെയാണ് ഈ കിന്നാരങ്ങളും സംസാരങ്ങളും പിന്നെ വളരെ ഓമനത്തുള്ള വാക്കുകളും ഒക്കെ നേടിയെടുക്കുന്നവരെയാണ്. നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേണ്ട് കിടക്കും, തീർന്നു. അപ്പോൾ അവിടെയാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചർച്ചകളുടെ ഒരു ആബ്സെൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ശരിക്കും നിലനിൽക്കുന്ന ബന്ധം എന്ന് പറഞ്ഞ് ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ തന്നെ അവരിലെ പ്രോബ്ലംസ് പലപ്പോഴും സ്ത്രീ പലപ്പോഴും തുറന്നു പറയാറില്ല. പലപ്പോഴും കാരണം ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, കാരണം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള സെക്സ് ആണ് എനിക്ക് ആവശ്യം എന്ന് പുരുഷൻ പറയുന്നത് പോലെ ഒരിക്കലും സ്ത്രീക്ക് ഇപ്പോഴും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ വേറൊരു കാര്യം കൂടെയുണ്ട്, സ്വന്തം ഹസ്ബൻഡുമായിട്ട് സെക്സ് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവരുമായിട്ട് സാധിക്കുന്ന സ്ത്രീകളുണ്ട്. ഈ തോന്നിയിട്ടുള്ളത് ഈ സ്ത്രീ എന്ന് പറയുന്നത് പലപ്പോഴും
ടോട്ടൽ പേഴ്സണാലിറ്റി ഓറിയൻറ്റഡ് ആണ് ഹസ്ബൻഡിൻ്റെ. ആ ഫിഗർ, ആ ടോട്ടൽ ഫിഗറാണ് ശരിക്കും മനസ്സിൽ ചിന്തിക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ലൈംഗികമായിട്ട് ഉത്തേജിപ്പിച്ച, അവളെ ആദ്യമായിട്ട് ലൈംഗികമായി ഉത്തേജിപ്പിച്ച പുരുഷൻ്റെ ഒരു ഫിഗർ ആയിരിക്കും അവളുടെ മനസ്സിലെ റോൾ മോഡൽ. അപ്പോൾ അതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യാത്ത ഒരാളാണ് അവളുടെ ഹസ്ബൻഡ് എങ്കിൽ ആ ഒരു ദാമ്പത്യത്തിൽ പരാജയമായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് എത്ര ചർച്ച നടത്തിയിട്ടും കാര്യമില്ല. പക്ഷെ പരിഹാരമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ അതൊരു കാഴ്ചയിലൂടെയായിരുന്നോ, ഒരു സ്പർശനമായിരുന്നോ, അതോ മറ്റാരുടെയെങ്കിലും കേട്ടതാണോ? കാരണം 5 ആണല്ലോ ഇന്ദ്രിയ അനുഭവങ്ങൾ. അപ്പോൾ അതിലേത് മുഖേനയായിരുന്നു ആ ഒരു ഫിഗർ, ആ ഒരു സെക്ഷൽ ഫിഗർ ആദ്യമായിട്ട് അവളിലേക്ക് പതിഞ്ഞ ആ സെക്ഷൽ ഫിഗർ എങ്ങനെയായിരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ്, നെഗറ്റീവായിട്ടുള്ള സർപ്ലസ് ഇമ്പാക്റ്റ് ആ ഒരു വ്യക്തിയുടെ ഉൾമനസ്സിൽ നിന്ന് ഓർമ്മയെടുത്ത് കളയോ ബോധം കെടുത്തോ അല്ല, അക്സെപ്റ്റൻസും കൺഫർമേഷനും വരുത്തി കഴിയുമ്പോൾ ആക്ച്വലി അതിൻ്റെ സർപ്ലസ് ഇമ്പാക്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അധികപ്പറ്റെന്ന് പറയുന്ന ഇമ്പാക്റ്റ് മാറ്റി കഴിയുമ്പോൾ നോർമൽ ഒരു ലെവലിലേക്ക് ആ സ്ത്രീ എത്തുകയും സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അത് നമ്മൾ ഒരുപാട് കൗൺസിൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഡോക്ടർ, ദാമ്പത്യ ബന്ധത്തിൽ വരുന്ന അതൃപ്തി കാരണമാണ് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവുന്നത് എന്ന് പൊതുവേ ഒരു പരാമർശമുണ്ട്. ശരിയാണ്? സാധ്യതയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം 2 വ്യക്തികളാണ് വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലൂടെ ഒന്നാവുന്നത്. ഈ 2 വ്യക്തികൾക്കും 2 തരത്തിലുള്ള വ്യക്തിത്വമാവാം. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ പറ്റി പല എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് വരുന്നത്. ആ എക്സ്പെക്റ്റേഷൻ ഫുൾഫില്ല് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ താളപ്പിഴകൾ വന്നു. അതുപോലെ ഭർത്താവിൻ്റെ എക്സ്പെക്റ്റേഷൻ ഭാര്യയ്ക്ക് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴും അവർ തമ്മിലുള്ള മാനസിക പ്രശ്നങ്ങൾ വന്ന് അവർ തമ്മിൽ അകൽച്ച വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്നൊരു സ്നേഹം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ചായാനുള്ള ഒരു സാഹചര്യം ആണിനും പെണ്ണിനും ഉണ്ട്. അത് 2 പേർക്കും ഒരുപോലെയാണ്. അപ്പോൾ അത്തരം ബന്ധത്തിനുള്ള ധാരാളം സാധ്യതകൾ സമൂഹത്തിലുണ്ട്. പുരുഷനെ സംബന്ധിച്ച് പല രീതിയിലുള്ള സെക്സ് ആസ്വദിക്കാനാണ് അവന് പലപ്പോഴും താല്പര്യം. ഉദാഹരണം, ബ്ലൂ ഫിലിംസ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ എനിക്ക് സെക്സ് വേണം. ഇതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഭാര്യ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിൽ നിന്ന് വരുന്ന അതൃപ്തിയും അല്ലേ, ദാമ്പത്യ അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം കേസുകൾ ഡോക്ടറുടെ മുമ്പിൽ വരാറുണ്ട്. ഉണ്ട്. ഉദാഹരണത്തിന് ഏനൽ സെക്സ് ഇഷ്ടമില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കുന്ന പുരുഷന്മാരും കുറച്ചൊക്കെ ഉണ്ട്. അതൊരു കാര്യം. പിന്നെ മാഡം പറഞ്ഞ പോലെ വീഡിയോ ഇട്ടിട്ട് കണ്ടുകൊണ്ടിരുന്ന് സെക്സ് ചെയ്യുക. ഫോർ സം റീസൺ എന്തുകൊണ്ടോ സ്ത്രീകൾക്ക് അതങ്ങനെ കണ്ട് സെക്സ് ചെയ്യുന്നതിൽ താല്പര്യം വളരെ കുറവാണ്. അതൊരു അപാകതയായിട്ടാണ് തോന്നുന്നത്. മെനോപോസ് എന്ന് പറയുന്ന ഒരു ഘട്ടം സ്ത്രീക്ക് എത്തുമ്പോൾ അവിടെ ഏറ്റവും അധികം ഈ പറയുന്ന 2 കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെ മെനോപോസ് സ്റ്റേജിൽ വല്ലാതെ വറീഡ് ആവുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. എൻ്റെ അറിവിൽ പല സ്ത്രീകളും ഇരുന്ന് കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ മൂഡ് ചേഞ്ചസും ഒക്കെ ഈ ഹോർമോണലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള സ്ത്രീകൾ വരുമ്പോൾ ഡോക്ടറുടെ ഉപദേശം എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്? അല്ല, നമ്മൾ മെനോപോസ് എന്ന് പറയേണ്ടത് അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് കരയേണ്ട ഒരു കാര്യം അല്ലത്. അത് നമ്മൾ ഒരു 35 വയസ്സ് തൊട്ടേ നമ്മൾ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് മെനോപോസിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാം, ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മെനോപോസിനെ ഫേസ് ചെയ്യാം. ഇപ്പോൾ മെനോപോസൽ സിംറ്റംസ് എന്ന് പറയുന്ന ഈ ഹോട്ട് ഫ്ലഷസും അവരുടെ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ആണല്ലോ സ്ത്രീകളുടെ. അപ്പോൾ ആ ഹോർമോണിൻ്റെ അഭാവം കൊണ്ട് വജൈനയ്ക്ക് തിന്നസും വരും, സെക്സിൽ ഏർപ്പെട്ടാൽ അവർക്ക് പെയിൻ ആയിരിക്കും, അത് പറ്റൂല, അങ്ങനെ ഡ്രൈനെസ്, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് അങ്ങനെ വരുന്നത് പെട്ടെന്ന് നമ്മളിപ്പം ഒരു ഓപ്പറേഷൻ ചെയ്ത് യൂട്രസും ഓവറിയും എല്ലാം എടുത്ത് കളയുമ്പോഴാണ് അത് പെട്ടെന്ന് വരുന്നത്. നമ്മളെ നേച്ചർ നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാജുവൽ റിഡക്ഷൻ ഓഫ് ഈസ്ട്രജനാണ്. ആ പീരീഡിലാണ് അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും നമ്മളുടെ ഡെയിലി എക്സസൈസ് കൊണ്ടും യോഗ അങ്ങനത്തെ ആ ഒരു നേച്ചർ കൊണ്ടും ഈ ഗ്രാജുവൽ റിഡക്ഷൻ ഇങ്ങനെ വരുന്നതിൽ ഒരു 10% ആളുകൾക്ക് പോലും ഈ മാഡം പറഞ്ഞ മാതിരിയുള്ള ഒരു പ്രോബ്ലവും ഉണ്ടാകാറില്ല.
പണ്ട് നമ്മൾ പറയും മെനോപോസ് എന്ന് പറഞ്ഞാൽ മെൻ പോസ്, ഇനി വേണ്ടാന്ന്. ഇപ്പം നമ്മൾ പറയുന്നത് മെൻ, MENO, മെൻ നോ പോസ്. അപ്പോൾ അത് അവർക്ക് അവരുടെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റിയാൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇല്ലാതാകാം എന്നുള്ള ഒരു ഇത് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളൊരു അഡലസൻ ഇത് മാതിരി മെനോപോസൽ വിമൻ ക്ലിനിക്കൊക്കെ ഉണ്ട്. അതുവഴി നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിഷമിച്ച് ഇതാകേണ്ട ഒരു കാര്യവും ഇല്ല. അങ്ങനെ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ഒരു ഹാർഡ്ലി ഒരു 1% ആളുകൾക്ക് നമുക്ക് ഈസ്ട്രോജൻ റീപ്ലേസ്മെൻറ്റ് തന്നെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ വജൈനൽ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഓയിൻമെൻറ്റ്സ് ഉണ്ട്, ഈസ്ട്രോജൻ്റെ ചെറിയ ഡോസിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ ഒരാളിനെ നോർമലായിട്ട് കൊണ്ടുപോകാനും കരയേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഹിമ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളല്ലേ, ഒരുപാട് ആളുകളുമായി എല്ലാം തുറന്ന് സംസാരിക്കാനും വളരെ ആരോഗ്യകരമായ ഒരു സമൂഹ അന്തരീക്ഷത്തിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? ഉണ്ട്. നമ്മുടെ കേരളത്തിലാണോ യഥാർത്ഥത്തിൽ ഈ ലൈംഗിക വിരക്തി അല്ലെങ്കിൽ ലൈംഗിക വൈകൃതം ഇവിടെയാണോ അധികവും കാണുന്നത്? ഇവിടെ കുറച്ചും കൂടി പ്രോമിനന്റ് ആണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അവരതിന് അത്രയ്ക്ക് കോൺഷ്യസ് ആണ്, ഭയങ്കര കോൺഷ്യസ് ആണ്. പിന്നെ അവര് ഭയങ്കര വെറീഡ് ആണ് ഇവിടെയുള്ള ആളുകൾ. പുറത്തുള്ള ആളുകൾ അതിനെ അത്രയ്ക്ക് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നത് കണ്ടില്ല. ഈവൻ നമ്മളിപ്പോ ഡൽഹിയിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പെൺകുട്ടികൾ ഇടുന്ന ഡ്രസ്സ് പോലും വളരെ, ഇപ്പൊ കേരളത്തിൽ അതിട്ട് ഇറങ്ങി നടന്ന ഭയങ്കര പ്രശ്നമായി. പക്ഷെ എന്നിട്ട് അവിടെ ഞാൻ മെട്രോയിൽ പോകുമ്പോഴോ ഇനി എന്തിന് തമിഴ്നാട്ടിലെ കാര്യം പറയാം. ഞാൻ തമിഴ്നാട്ടിൽ ഒരിക്കൽ ചിദംബരം ടെമ്പിളിൽ പോയപ്പോൾ ഒരു 10,000-15,000 ആൾക്കാരുടെ ഇടയിൽ കൂടെയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടീമിൻ്റെ കൂടെ പോയത്. ഉള്ളിലേക്ക് നുഴഞ്ഞിട്ടൊക്കെ ഫ്രണ്ടിലേക്ക് വേണ്ട ആവശ്യം ഉണ്ടാകും. പക്ഷെ ഞാൻ വിചാരിച്ചു അത് ഞാൻ തൃശ്ശൂർ പൂരത്തിനാണ് ചെയ്തിരുന്നെങ്കിൽ എന്നെ ഒരുപാട് പേര് പിടിക്കും. പക്ഷെ അവിടെ എന്നെ ഒരാൾ പോലും പിടിച്ചില്ല. അവിടുത്തെ സ്ത്രീകൾ ഭയങ്കര പ്രോമിനൻ്റ് ആണ്. അവരങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. അത് വലിയ രീതിയിൽ സൗണ്ട് എടുത്തിട്ടൊക്കെയാണ് റിയാക്ട്. അപ്പം അതിൻ്റെ ഒരു അടക്കം അവിടുത്തെ പുരുഷന്മാർക്കുണ്ട്. പക്ഷെ ഇവിടെ അത് എനിക്ക് കണ്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു കാര്യം, ഇത് നമുക്ക് പിടിക്കാനുള്ള വസ്തുവാണ് എന്നുള്ള രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞൊരു വലിയ, തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്, വേറെ പല ഇഷ്യൂസ് ഉണ്ടോ, പക്ഷെ നോർമൽ ബിഹേവിയറിൽ അവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. അപ്പം ഇവിടെ സാരമായ പ്രശ്നമുണ്ട്. നമ്മൾ ഓവർ വറീഡ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബേസിക് ലെവലിൽ ഭയങ്കര പൂർ ആയിക്കൊണ്ടിരിക്കുക. നമ്മളെ ഒരു ഇമോഷണൽ ലെവലിൽ നിന്ന് പലപ്പോഴും അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അതിനെതിരെയാണ് ഞാൻ എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുക. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റിടത്ത് വേറെ രീതിയിലാണ്, പക്ഷെ ഇവിടെയാണ് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്റെ ബോഡിക്ക് നേരെയുള്ള ആക്രമണത്തിൽ. രതിയും മിഥ്യാധാരണയും ചർച്ച ഇവിടെ തീരുന്നില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് തിരികെ എത്താം. ഈ സെക്സോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് വളരെ എക്സ്പെൻസീവ് ആണോ? ഇല്ല, ഡിപ്പെൻസ്. നമ്മൾ ഏതൊരു ഈ പറയുന്ന അസുഖം പോലെ, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫീവറിനുള്ള ട്രീറ്റ്മെൻറ്റും ഈ പറയുന്ന ഒരു ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റും തമ്മിൽ നമ്മൾ അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ ഈ പ്രശ്നങ്ങളുടെ സങ്കീർണതകളും പ്രശ്നങ്ങളിനെ അനുസരിച്ച്, ഇപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ സംടൈം ഈ പറയുന്ന ഒരു സൈക്കോതെറാപ്പി യൂസ് ചെയ്യുന്നു. ഇപ്പോൾ അല്ല ഒരു ഓർഗാനിക്കായിട്ടുള്ള എറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്, വാസ്കുലോജനിക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും. അപ്പോൾ അത് ദാറ്റ് വിൽ ബി കോസ്റ്റ്ലി. നമ്മുടെ ഒരു സെക്ഷൽ ഡിസ്ഫങ്ഷൻ എപ്പോഴും ഇപ്പോൾ ഇതിനെ കപ്പിൾസ് ലൈഫിൽ വരുന്ന സമയത്ത്, അപ്പോൾ ആസ് എ കപ്പിൾ നമ്മൾ നോക്കിയിട്ടേ കാര്യമുള്ളൂ. മെയിൽ ഒരു IT പ്രൊഫഷണൽ വന്നു, ഇപ്പോൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെന്ന് പറഞ്ഞു, സോ മെഡിസിൻ വേണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അതിനുള്ള മെഡിസിൻ എഴുതി കൊടുത്തു. അപ്പോൾ പുള്ളി പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു കോൾ വന്നു, ഡോക്ടറെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്നുകൂടെ കാണണം, വൈഫ് ഒന്ന് കാണണം. അപ്പോൾ ഒരു ഡെൻറ്റിസ്റ്റായിരുന്നു ഡോക്ടർ. പുള്ളി ആക്ച്വലി ഇടിച്ച് കയറിയ വരികയായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ അടുത്ത് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു. ഒരു എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ആദ്യം തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായി, കൺസ്യൂമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളിക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്, ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ പാരൻസ് ഇത് ചെയ്യുന്നു ഈ പറയുന്ന ഡൈവേഴ്സിന് വേണ്ടി. കാരണം അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിനുള്ള ഒരു ഈ പറയുന്ന ഗ്രൗണ്ടാണ്.
അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ഇത് അനാലിസിസ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കായിരുന്നു ആക്ച്വൽ പ്രോബ്ലം. ഈ പറയുന്ന വെജിനസ്മസ് മൂലം ഒരു സെക്കൻഡറി എറക്ടൽ ഡിസ്ഫങ്ഷനാണ് പുള്ളിക്കാരന് ഉണ്ടായത്. പക്ഷേ പുള്ളിക്കാരനും അത് തിരിച്ചറിഞ്ഞില്ല, പുള്ളിക്കാരനും തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഒരു ജനറൽ പ്രാക്ടീസ് പോലെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു അസുഖമല്ല സെക്ഷൽ ഇഷ്യൂസ്. കാരണം ആസ് എ ഹോൾ നമ്മളതിനെ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത്, ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അസസ് ചെയ്യുന്നതിന് മുമ്പ് ഇത് കപ്പിൾ റിസപ്റ്റീവ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് കുറച്ചൊരു ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അപ്പോൾ അത് ടേക്സ് ടൈം. അപ്പോൾ അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അത് ഓപ്പൺ അപ്പ് ചെയ്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് എത്താം. ലൈംഗികതയെ ഉത്തേജിപ്പിക്കാനായിട്ട് ഇപ്പം നമ്മൾ പരസ്യങ്ങളിലാണെങ്കിലും അല്ലാതെയും ഒരുപാട് ഉപദേശം കിട്ടുന്ന യുനാനി മെഡിസിൻ ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള സിദ്ധവൈദ്യം എല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തലത്തിൽ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഈ ലൈംഗിക ഉത്തേജക മരുന്നുകൾ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. മിക്കതും തട്ടിപ്പാണ്. ഭൂരിഭാഗവും ആ പേരിൽ നല്ല ഒന്നാന്തരം തട്ടിപ്പാണ് നടത്തുന്നത്. അതിന് ആകെ ആക്ഷേപമായിട്ടുള്ളത് വയഗ്ര വന്നു. വയഗ്ര വന്നപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട സിൽഡനാഫിൽ സിട്രേറ്റും ഡാഡലാഫിലും വെർഡനാഫിലും അങ്ങനെ ചില മരുന്നുകൾ യഥാർത്ഥത്തിൽ സയന്റിഫിക്കലി പ്രൂവൺ ആണോ? വയഗ്ര അല്ല, ഞാൻ പറയാം, വയഗ്ര എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ലൈംഗിക ആഗ്രഹം കൂട്ടാനോ സ്വയമായിട്ട് ഉത്തേജനം ഉണ്ടാക്കുന്നതോ അല്ല. ഒരാൾ ആ വയഗ്ര കഴിച്ചതിന് ശേഷം സെക്ഷൽ ബന്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഉത്തേജനം ഉണ്ടായാൽ ഉത്തേജനത്തെ കുറച്ച് സമയം നിലനിർത്തുക മാത്രമേ ചെയ്യൂ. വയഗ്രയ്ക്കും പല തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്താണ് സൈഡ് എഫക്ട്സ് എന്തായിരിക്കും? യൂഷ്വലി ചെറിയ ലെവലിൽ പറഞ്ഞാൽ അത് കഴിക്കുമ്പോൾ തലവേദന വരാം, ഫ്ലഷിങ് ഓഫ് ഫേസ് വരാം, ശ്വാസം മുട്ടൽ വരാം, ബി പി കൂടാം, പല പല അനുഭവങ്ങൾ വരാം. പല കാർഡിയാക് ഡിസീസിലെ ഹാർട്ട് അറ്റാക്സിലാണ് ഈ പറയുന്ന ഒരു മേജർ പ്രശ്നം ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കാർഡിയാക് ഇസ്കീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചില മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ല. ഡോക്ടർ ചക്രവർത്തി പറഞ്ഞ പോലെ നൈട്രേറ്റ്സ് ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ കൊടുക്കുന്ന ആൾക്കാർക്ക് അത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് വരുന്നതെങ്കിൽ വയഗ്ര പോലുള്ള മരുന്നുകൾ കൊടുക്കണമെങ്കിൽ അയാളുടെ ഫുൾ ഫിസിക്കൽ ചെക്കപ്പും കാർഡിയോളജിക്കൽ ഇവാലുവേഷൻ ഉൾപ്പെടെ നടത്തിയതിന് ശേഷമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധം വരാം. ഒരിക്കൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ട്. ഒരു പേഷ്യൻ്റ് ഏതാണ്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി വളരെ കാഷ്വലായിട്ട് ആൾക്കാർ പലപ്പോഴും കിട്ടാറുണ്ട്. 60 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് കൊടുക്കാൻ പാടില്ല. 60 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി കോഴിക്കോട് സൈഡിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം മരുന്ന് വേണമെന്നും പറഞ്ഞ് നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെനീസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ബ്ലഡ് ഫ്ലോ വളരെ കുറവാണ്, നാരോ ആണ്, വേണ്ടത്ര ബ്ലഡ് ഒഴുകിപ്പോകുന്നില്ല. അപ്പോൾ ഒരു മൊണ്ടോൾസീസ് ഹൈപ്പോത്തസിസ് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് വന്നിട്ടുണ്ട്. അതിൽ ഈ പെനീസിലെ ബ്ലഡ് പെനീസിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴൽ എന്ന് പറയുന്നത് ഏതാണ്ട് 1 മില്ലിമീറ്റർ തിക്നെസ്, അതിൻ്റെ ലൂമൻ്റെ സൈസ് 1 to 2 ആണ് മാക്സിമം വരുന്നത്. ഹൃദയത്തിന് രക്തം കൊടുക്കുന്ന കുഴൽ 4 മുതൽ 5 വരെ ആവാം. അപ്പോൾ ശരീരത്തിൽ ആദ്യം ഒരു അടവ് ഉണ്ടാകുമ്പോൾ ലിംഗത്തിലേക്ക് വരുന്ന രക്തക്കുഴൽ അടയുകയും പിന്നീട് ഹൃദയത്തിലേക്കുള്ളത് അടയുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഒരു ഉദ്ധാരണശേഷിക്കുറവ് വന്ന് ഒരു 6 മാസത്തിന് ശേഷം, അതായത് 12 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ രോഗികളിലും അല്ല, ഉദാഹരണക്കുറവുമായിട്ട് വരുന്ന ഒരു 20-25% ആൾക്കാരിൽ മാത്രമാണിത്. അപ്പോൾ ഈ വ്യക്തിയെ നമ്മൾ പരിശോധിച്ച് അടവ് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മരുന്ന് തരില്ല, നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ ട്രീറ്റ് ചെയ്യൂ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നാട്ടിൽ പോയി കാർഡിയോളജിസ്റ്റിനെ കണ്ടോളാം, ഇവിടെ നിന്ന് കാണുന്നില്ല, എറണാകുളത്ത് കാണുന്നില്ല, നാട്ടിൽ നിന്ന് കണ്ടോളാം. അപ്പോൾ നമ്മളൊരു ലെറ്ററും കൊടുത്തു കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഈ ലെറ്ററുമായിട്ട് പേഷ്യൻ്റ് പോയിട്ട് ഒരു സ്ഥലത്തും ആരെയും കണ്ടില്ല. 3 മാസത്തിന് ശേഷം ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇയാൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ബസ്സിൽ വീണു. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം കാർഡിയോളജിസ്റ്റ് അവിടെ നിന്ന് വിളിച്ചു, നിങ്ങൾ 3 മാസം മുമ്പ് റെഫറൽ എഴുതിയാണ് കാർഡിയോളജിസ്റ്റിനെ കാണാൻ, ഈ വ്യക്തി കണ്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ആൾ രക്ഷപ്പെട്ടു, ഞങ്ങളുടെ ICUവിലുണ്ട്, എന്താണ് നിങ്ങൾ അവിടെ നിന്ന് റെഫർ ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മരുന്നുകളുടെ ചികിത്സ നടത്തുന്നത്. ഡോക്ടർ, അതേസമയം മുമ്പൊരിക്കൽ എവിടെയോ വായിച്ചിട്ടുണ്ട്, ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ പോലെയുള്ള അസുഖങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. സത്യമല്ല? ഡെഫിനറ്റ്ലി. നമ്മുടെ ഈ പറയുന്ന ഈ എക്സസൈസ് പോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ബോഡിയെ റിഫ്രഷ് ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ് ആരോഗ്യകരമായിട്ടുള്ള.
ഇപ്പോൾ നാച്ചുറലി ഈ പറയുന്ന നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ഈ പറയുന്ന ഹാർട്ട് ഡിസീസസിനെയും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിനെയൊക്കെ കുറയ്ക്കാമെന്ന് പറയുന്ന പോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക ജീവിതം, ഇപ്പോൾ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഇൻ്റർകോഴ്സ് മാത്രമായിട്ട് നമ്മൾ ഒതുക്കുക, ഒരു ലൈംഗിക ജീവിതം ഇപ്പോൾ ഈ പറയുന്ന ഒരു ഈ ഇതുപോലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെയും മെൻ്റൽ ഡിസീസസിനെയും ഒരു എക്സ്റ്റെൻഡ് വരെ കുറയ്ക്കാൻ ഇതുണ്ടെന്നുള്ള പഠനങ്ങളുണ്ട്. ഒമാനിൽ ഒരു പേഷ്യൻ്റ്, ഒരു അറബി ഞങ്ങളുടെ അടുത്ത് വന്നു. അയാൾ 5 കല്യാണം കഴിച്ചു. ആ വന്ന് കാണുന്ന സമയത്ത് വയസ്സ് 71, 5 കല്യാണം കഴിച്ചു. അപ്പോൾ അതിൽ 4 പേരെ ഡൈവോഴ്സ് ചെയ്തു. 5ാമത്തെ ഭാര്യ ഇപ്പം നിലവിലുണ്ട്. ഇനി ഒരു കല്യാണം കൂടി കഴിക്കാൻ പോവാണ്. അതിനുവേണ്ടി അല്പ ഉത്തേജനം കുറവുണ്ട്, അതിന് എന്തെങ്കിലും മരുന്ന് വേണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് വ്യക്തിഗതമാണ്. ഓരോ വ്യക്തിയിലും ലൈംഗിക ആഗ്രഹവും അവരുടെ ആസക്തിയും ഒക്കെ വ്യത്യാസമുണ്ട്. 86 വയസ്സുള്ള വ്യക്തി ഉദ്ധാരണക്കുറവിന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞത്, എൻ്റെ ആദ്യത്തെ ഭാര്യ മരിച്ചു, 3 വർഷമായി 2ാമത് കല്യാണം കഴിച്ചിട്ട്, ഇത്രയും കാലം കുഴപ്പമില്ല, ഇപ്പോൾ 2-3 മാസമായിട്ട് അല്പം ശക്തിക്കുറവുണ്ട്, ട്രീറ്റ്മെൻറ്റ് വേണം. അതുപോലെ 79 വയസ്സുള്ള ഒരു വ്യക്തി വന്നു. പുള്ളിക്ക് വേണ്ടിയല്ല, വൈഫിന് വേണ്ടിയാണ്. വൈഫിന് ബന്ധപ്പെടുന്ന സമയത്ത് പെയിനുണ്ട്. അപ്പോൾ ഞാൻ ഹിസ്റ്ററി എല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗൈനക്കോളജിസ്റ്റിന് കാണാം. ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അവർക്കൊരു വെജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതോടെ അത് മാറി. 79 വയസ്സുള്ള വ്യക്തിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ. ഇപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും നല്ല നടത്തിപ്പിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സെക്സ്. അതായത് അതിൻ്റെ ബ്ലഡ് പ്രഷറിനെ നോർമലൈസ് ചെയ്യാൻ, നമുക്കുണ്ടാവുന്ന ടെൻഷനെ നോർമലൈസ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഈ ഓർഗാസം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പലപ്പോഴും പലരും അവെയർ അല്ല. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. പുരുഷന്മാർക്ക് പിന്നെ എളുപ്പമാണ്, അവർക്ക് നോർമൽ എജാക്കുലേഷൻ നടന്നാൽ. പക്ഷേ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ സ്ത്രീകൾക്കാണെങ്കിലും മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് പുരുഷന് മാത്രമുള്ളതാണ്, സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല മിഥ്യാധാരണകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ റിലാക്സ് ചെയ്യിക്കുക എന്നുള്ള ഒരൊറ്റ പർപ്പസാണ്. ആ പർപ്പസിൽ കാണാൻ ഇവിടുത്തെ ആൾക്കാർ തയ്യാറല്ല. ഒരു മോറൽ പലപ്പോഴും ആൾക്കാർ കാണുക. പക്ഷെ ഇതിന് ഒരു വ്യക്തിഗതമായിട്ട് അതിൻ്റെ ഒരു റിലാക്സേഷണൽ പർപ്പസിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആ പഠിപ്പിക്കൽ ഭയങ്കര കുറവാണ്. നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. വളരെ ഈസിയാണ്. ഇമ പറഞ്ഞതിൽ ഒരു കാര്യം, നമ്മൾ എജാക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പുരുഷന് ഓർഗാസം ഉണ്ടാകും. അതും നമ്മുടെ ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ഇത് രണ്ട് കാര്യമാണ്. ഇപ്പോൾ ഓർഗാസം ഇല്ലാതെ എജാക്കുലേഷൻ ഉണ്ടാകാം, എജാക്കുലേഷൻ ഇല്ലാതെ ഓർഗാസവും ഉണ്ടാകും. അതൊന്ന്. 2, ഈ പറഞ്ഞ ആൻഡ്രോപാസും മെനോപാസും എന്ന് പറഞ്ഞത്, മെനോപാസ് എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്റ്റീവ് ലൈഫാണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു CC-ന് ഒരു സെക്ഷൽ ലൈഫ് അവിടെ തീരുന്നില്ല. പിന്നെ പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ പറയുന്ന ആൻഡ്രോപാസ് അല്ലെങ്കിൽ ഒരു പുരുഷന് ഈ പറയുന്ന ലൈംഗിക ജീവിതം ഈ പറയുന്ന ഒരു 50-60 വയസ്സിൽ തീരുന്നു എന്നുള്ള ധാരണ ആദ്യം തെറ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇത് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം ഈ എന്താ പറയുക മരിച്ചു കഴിഞ്ഞാലും ഇടിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന ലൈംഗിക ജീവിതം നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിരിക്കുന്നോ അതുവരെ നമുക്ക് ഈ പറയുന്ന നടക്കാനും നടക്കാൻ പറ്റുന്നത് പോലെ തന്നെ എത്ര കാലം ജീവിക്കുന്നോ അതുവരെ ഈ പറയുന്ന ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലൈംഗികപരമായിട്ടും ഈ പറയുന്ന ഉത്തേജനം സാധ്യമാകും. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ പലപ്പോഴും 90 വയസ്സായിട്ടുള്ള ആൾക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ബന്ധപ്പെടാനാകും, കുഞ്ഞുണ്ടാക്കാനുള്ള കഴിവും ഉണ്ടാകും. യൂട്രസ് റിമൂവ് ചെയ്ത ഒരു സ്ത്രീയോട് പുരുഷന് തൃപ്തിയില്ല, സെക്സിൽ തൃപ്തിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? യൂട്രസ് അല്ല, സ്ത്രീയിലെ ഹോർമോൺസ്, ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ ആണ് സ്ത്രീയെ സ്ത്രീയായി നിലനിർത്തുന്നത്. അവളുടെ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനും ബ്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അട്രോഫി ആകാതെ എല്ലാം ഈസ്ട്രജനാണ്, താഴത്തെ വജൈനയില്ല. അപ്പോൾ ഈ ഹോർമോൺ, ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ യൂട്രസ് അല്ല ഉണ്ടാക്കുന്നത്. യൂട്രസിൻ്റെ 2 വശത്ത് 2 ഓവറി, അണ്ടാശയമുണ്ട്. അപ്പോൾ ഈ അണ്ടാശയമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്രസ് മാത്രം എടുത്തതുകൊണ്ട് നമ്മൾക്ക് ഹോർമോണൽ വ്യതിയാനം വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് സെക്സിനോട് യാതൊരു പ്രശ്നമുണ്ട്. ഈ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ ആണോ യഥാർത്ഥത്തിൽ സദാചാര പോലീസുകാരെ ഉണ്ടാക്കുന്നത്? അതെ,
ഒരു മോസ്റ്റ് പ്രോബബ്ലി റീസൺ അതാണ്. പിന്നെ ചിലർക്ക് നമ്മുടെ എന്താണ് ബന്ധങ്ങളും കുടുംബവും ഒക്കെ തകരുമെന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അവളെ ബാധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്നെയും ബാധിക്കുന്നു എന്നാണ് പല പുരുഷന്മാരുടെയും കാഴ്ചപ്പാട്. കാരണം അത് അവൾക്ക് അവളുടെ ഇഷ്ടം നടത്താനുള്ളൊരു താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിന് എൻ്റെയും കൂടി പ്രശ്നമായിട്ടാണ് പലർക്കും കാണുന്നത്. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ നാട് കൊടുക്കുന്നില്ല. ഇപ്പോഴും ഇത്രയധികം നമ്മൾ സെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോലും എന്താണ് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്താണ്, ഞാൻ ആരോടൊക്കെ മിണ്ടുന്നു, ഞാൻ ആരുടെ കൂടെ എൻ്റെ ബൈക്കിൻ്റെ പിറകിൽ ആരൊക്കെ ഇരിക്കുന്നു, ഇതൊക്കെ അവളുമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ അനാലിസിസ്. അപ്പൊ ഞാൻ പലപ്പോഴും എന്നെ കുറിച്ചുള്ള കഥകൾ കേൾക്കുമ്പോൾ ഞെട്ടിയൊക്കെ ഇരിക്കാറുണ്ട്. കാരണം ഓ മൈ ഗോഡ് ഇത്രയൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയോ എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ഇത് നമുക്കതിനെ ഡീൽ ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു സാധാരണ കുട്ടിക്കാണെങ്കിൽ അതങ്ങനെ എളുപ്പമായിരിക്കത്തില്ല. അതിന് ആ രീതിയിൽ കാണാനോ ആൾക്കാർ പറയുന്നതിന് എന്താണ് തമാശക്ക് എടുത്ത് കളയാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. ആ ബോൾഡ്നെസ് ഉണ്ടാക്കാനായിട്ട് ഈ നാട്ടിൻപുറത്തെ കുട്ടികളെ അമ്മമാരും അച്ഛന്മാരും ഭയങ്കര പ്രഷറും ഒക്കെ ആയിട്ട് അതൊരിക്കലും അവരുടെ ഒരു മാനസികാവസ്ഥനെ നന്നായിട്ട് അപ്പൊ അത് ഒഴിക്കാൻ നോക്കും, അത് കട്ട് ഓഫ് ചെയ്യാൻ നോക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന കുറെ ഇത് ആൺകുട്ടികളും സംഭവിക്കുന്നുണ്ട്, സെയിം തന്നെ ആൺകുട്ടികളും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നിലനിന്ന് ഇത് ചെയ്യുന്നവരെല്ലാം പ്രശ്നക്കാരാണ് എന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷെ ഈ സെക്ഷുവാലിറ്റിക്ക് അപ്പുറം നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ആൾക്കാർ നോക്കുന്നത്. ഓ അവള് സെക്ഷുവലി രണ്ടുപേരും ഒരു ഡിവോഴ്സ് കഴിഞ്ഞാണ് അവള് എന്താ പ്രശ്നക്കാരിയാണ്. ആ രീതിയിലുള്ള മെന്റാലിറ്റി ഇത് ഒരു മനുഷ്യന്റെ ഒരു സൈഡ് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ അതിലപ്പുറം അവന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു ആ രീതിയിൽ അനാലിസിസ് നടത്താൻ കുറവാണ്. ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ തന്നെ ഒരു പുരുഷന് അല്ലെങ്കിൽ ആ ഭർത്താവിന് മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടാൻ സാധിക്കും. സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുമായി ലൈംഗിക ജീവിതം പുലർത്താൻ അതെന്ത് തരത്തിലുള്ള സെക്സിനോടുള്ള സമീപനമാണത്? ഒന്ന്, സമൂഹത്തിലെ വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും ഹെറ്ററോസെക്ഷലാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതിൽ വളരെ ചെറിയൊരു വിഭാഗമാണ് സ്വവർഗരതിക്കാർ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസ്. അതായത് സ്ത്രീയുമായിട്ടുള്ള ബന്ധം, പുരുഷനുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടുന്നത്. ചില വ്യക്തികൾ ബൈസെക്ഷലാണ്. ഒരേ സമയം പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധവും പിന്നെ പുരുഷനുമായിട്ടുള്ള ബന്ധവും രണ്ടും ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള വളരെ ചെറിയ ഒരു ഗ്രൂപ്പ്. അതെന്താണ് അതിലെ ഡിഫറൻസ് ആണോ, അത് അവരുടെ അതൃപ്തിയാണോ? അതൃപ്തിയല്ല, അവരുടെ പേഴ്സണാലിറ്റിയിലും അവരുടെ ലൈംഗികതയിലുമുള്ള വ്യത്യാസങ്ങളാണ്. അവർ ജനിച്ചു വളർന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയാണ് അവർ. സ്ത്രീയുമായിട്ടും പുരുഷനുമായിട്ടും ഒരേ സമയം തന്നെ സെക്സ് ചെയ്യാൻ കഴിയും എന്ന് അവകാശപ്പെടുന്ന പുരുഷ കേസരികളിൽ വലിയൊരു വിഭാഗം അതൊരു ക്രെഡിറ്റ് ആണോ? അത് ക്രെഡിറ്റ് ആയിട്ട് വരുന്നവരുണ്ട്, തീർച്ചയായിട്ടും. അതെ, അവർ പലപ്പോഴും സ്ത്രീയുമായിട്ട് സെക്സ് ചെയ്യുന്നത് പുരുഷനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ്. കാരണം ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ് പൊട്ടാസ്യം സയനൈഡ് പോലെ ഒരു ശകലം മതി, പിന്നെ ബോൺബിറ്റ കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇവൻ ഇത് ഡോമിനേറ്റ് ചെയ്യും. ഇത് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഈ ഫീമെയിലുമായിട്ട് സെക്സ് ചെയ്യുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മെയിലായിരിക്കും ഉണ്ടാവുക. തീർച്ചയായിട്ടും അത് ദാമ്പത്യബന്ധം തകരാറിലാവാൻ സാധ്യതയുള്ള വലിയൊരു കാരണം തന്നെയാണ്. എങ്ങനെയായിരിക്കണം ഒരു മലയാളിയുടെ ലൈംഗികാവബോധം? നമ്മുടെ ബേസിക്കലി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈംഗികതയെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ എങ്കിലും നമ്മളൊരു സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു അത്യാവശ്യം അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകുന്ന ഒരു തലമുറയായിരിക്കണം. ഇപ്പോഴുള്ള സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു MBBS പഠിച്ചിറങ്ങുന്നവന് പോലും ലൈംഗികതയെ പറ്റിയുള്ള ജ്ഞാനമില്ല. നമ്മുടെ ഈ പറഞ്ഞ റീപ്രൊഡക്ഷനെ പറ്റിയുള്ള അത്യാവശ്യം ജ്ഞാനമുണ്ട്, കാരണം പക്ഷെ ലൈംഗികതയെ പറ്റി ഒരു പ്രോപ്പറായിട്ടുള്ള ജ്ഞാനമില്ല. അപ്പോൾ ആ ഒരു ഡോക്ടറിന് പോലും ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമൂഹ പ്രശ്നമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാറി ഈ പറയുന്ന സ്കൂളിൽ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ വേണം. അതിൽ കൂടെ ഒരു പ്ലസ് നമ്മൾ ഈ പറഞ്ഞ ഒരു ഇതിൽ നമ്മുടെ സെക്ഷൽ റൈറ്റ്സിനെ പറ്റി, നമ്മുടെ ലൈംഗികതയെ പറ്റിയുള്ള നമ്മുടെ റൈറ്റ്സ്, അപ്പോൾ ആ റൈറ്റ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ, നമ്മുടെ നീഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഇതും ഒരു റൈറ്റും, അത് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റും ഈ പറയുന്ന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രണയം നമുക്ക് ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ളത് പോലെ തന്നെ ഒരു സെക്ഷൽ റൈറ്റാണ്. എന്ന് വെച്ചാൽ ആ റൈറ്റ്
ഈ പറയുന്ന അതേപോലെ റിജക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു പ്രണയം റിജക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യവുമില്ല. ഇന്ന് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ആകണം. അപ്പോൾ ക്ലോസ് ആകാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങളിലോട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആ സെക്ഷൽ നീഡ്സും ആ ഒരു ബഫറിങ്ങും ഇത് പറയുന്ന പോലെ നമ്മളൊരു മേജർ പ്രശ്നം ഒരു ജെൻഡർ ബേസ്ഡ് സ്കൂൾസ് ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ സ്ത്രീയും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ജെൻഡർ ബേസ്ഡ് ഞാനൊരു മോഡൽ സ്കൂളിൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ പഠിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു സ്ത്രീയെക്കുറിച്ചുള്ള എൻ്റെ ചിന്താഗതി വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അതേപോലെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു എൻ്റെ ആ ഒരു പ്രശ്നം. അപ്പോൾ അതേപോലെ ജെൻഡർ ബേസ്ഡ് ഇപ്പോൾ കൂടുതലും നമ്മൾ ഈ പറഞ്ഞ ഒരു സേഫാണ് എന്ന് ഇവിടെയുള്ള പല ഈ പെൺകുട്ടികളുടെ അച്ഛന്മാരും ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുന്നു. അപ്പോൾ ഗേൾസ് ഓൺലി സ്കൂൾ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നില്ല. ഈ പറയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻട്രാക്ഷനും ഇല്ലാതെ അത് നമ്മൾ മനസ്സിലാക്കാതെ ഈ പറഞ്ഞ പോലെ സെക്സ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ആക്ടിവിറ്റി അല്ല. ഒരു സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള ഒരു അട്രാക്ഷനും അതിൽ കൂടെയുള്ള ചങ്ങാത്തവും എല്ലാം ഈ ഒരു ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞൊരു സെക്ഷൽ ഹെൽത്ത്, ഒരു പോസിറ്റീവ് സെക്ഷൽ ഹെൽത്ത് ഉണ്ടാകുന്ന ഒരു ഏത് സംഭവം ഇപ്പോൾ റേപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ലൈംഗികപരമായ പ്രശ്നങ്ങളാവട്ടെ, ഇത് എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നു. സംഭവത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ ഒരു ചോദ്യം ഡോക്ടറോട്, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു സെക്സോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എന്താണ് താങ്കളുടെ ഉപദേശം? ഒന്ന്, വേണ്ടത്ര ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനായിട്ട് നമുക്കും ടീച്ചേഴ്സിനും ഒക്കെ സാധിക്കണം. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവണം. രണ്ട്, ഏതെങ്കിലും ലൈംഗിക പ്രശ്നങ്ങളുണ്ടായാൽ അത് മറച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു സീക്രട്ട് ക്ലിനിക്കിലുള്ള ആളെ കാണാൻ പോവാതെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ പോയി ഡോക്ടറെ കാണുക. പറ്റുമെങ്കിൽ അവരുടെ ഫാമിലി ഫിസിഷ്യനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അബദ്ധത്തിൽ ചാടില്ല. ഡോക്ടേഴ്സ് സാധാരണ പറ്റിക്കില്ല. അവർ കൂടുതൽ ഹയർ സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അവർ ചെയ്യും. അപ്പോൾ ലൈംഗിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് നമ്മുടെ തലവേദനയും പനിയും നെഞ്ചുവേദനയും ഒക്കെ പോലെ തന്നെ രോഗമാണെന്നും അതിന് ഡോക്ടറെ കാണണം എന്നുള്ള ഒരു തിരുത്തൽ. പിന്നെ ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ചു കുറച്ച് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളോട് ഷെയർ ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയുക. അവരുടെ പ്രശ്നങ്ങൾ പേരൻസിനോട് പറയുകയും ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പേരൻസിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിള്ളേരെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ വയസ്സനുസരിച്ച് പഠിപ്പിക്കുക. അതിനു വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഇന്ത്യയിൽ നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തുക, ഒന്ന്. രണ്ട്, ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഭാര്യയുടെ ആവശ്യങ്ങൾ അറിയാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രമിക്കുക. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ശരീരഭാഷ കൊണ്ട് പഠിക്കുക. പറയുന്നതിനേക്കാളും ശരീരത്തിൻ്റെ ലാംഗ്വേജാണ് സത്യത്തിനെ വെളിപ്പെടുത്തുന്നത്. അത് പഠിക്കാൻ ശ്രമിക്കുക. മൂന്ന്, മറ്റേ സെക്സിനെ കാണുമ്പോൾ, ദി അതർ സെക്സിനെ കാണുമ്പോൾ ലൈംഗികപരമായിട്ട് ഉണരുന്നത് കൂടുതലും പുരുഷന്മാരാണ്. അതുകൊണ്ട് പുരുഷന്മാരോട് പറയാനുള്ളത്, സ്ത്രീകളെ കാണുമ്പോൾ ലൈംഗികപരമായ ആകർഷണം വരും, മിക്കവാറും 75%. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അത് ഒരു പ്രശ്നമാകാതിരിക്കാൻ അവളുടെ ശരീരഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിൽ നോക്കുന്നതിന് പകരം കണ്ണിലും മുഖത്തും നോക്കി അവളുടെ സെൻസിബിലിറ്റി ആയിട്ട് ഒന്ന് ചേരുക. അവളുടെ വേദനകൾ എന്തായിരിക്കും, ഈ ജീവിതത്തിലെ എക്സിസ്റ്റൻഷ്യൽ പെയിൻസ് എന്തൊക്കെയായിരിക്കും, ആസ്പിരേഷൻസ് എന്തൊക്കെയായിരിക്കും, പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. സ്ത്രീകളുടെ ലൈംഗിക അവബോധത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ ഇവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്തതുപോലെ ഒരു ലൈംഗിക അവബോധവും ഒരു ഹെൽത്തി സെക്ഷൽ ലൈഫും അത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അച്ഛനും അമ്മയും മാതൃകകളായിരിക്കണം.
സെക്ഷുവൽ ലൈഫിന്. ഇപ്പം അവരുടെ സെക്സ് ഇപ്പം കുട്ടികൾ കാണുന്ന വിധത്തിൽ ആയിരിക്കരുത്. അവരൊരു ബ്ലൂ ഫിലിം കാണുന്നത് ജനലിൽ കൂടെ വാതിലിൽ കൂടെ എത്തി നോക്കി ആ കുട്ടിയും അത് കാണാൻ. അപ്പം നമ്മൾ പേരൻസ് തന്നെ ആദ്യമായിട്ട് അവർക്കൊരു ഡിസിപ്ലിനറി ഹെൽത്തി സെക്ഷുവൽ ലൈഫ് ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ 5 വയസ്സാകുമ്പോൾ തൊട്ടേ ചോദിക്കും എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള എങ്ങനെയാണ് സെക്സ് എന്നും എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതെന്നും അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഇത് കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നുള്ള വിദ്യാഭ്യാസവും അത്യാവശ്യമാണ്. ഏതൊരു വ്യക്തിയുടെയും അടിത്തറ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബമാണ്, അവൻ്റെ അച്ഛനും അമ്മയുമാണ്. ആക്ച്വലി റിയാലിറ്റി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഫാദറാണ്, അച്ഛനാണ്. അച്ഛനുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അടുപ്പം, അച്ഛൻ അവനോടുള്ള മനോഭാവം, സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ദ്രിയ തലത്തിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. സെക്സുമായിട്ട് ഏറ്റവും അല്ലെങ്കിൽ സ്നേഹമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇന്ദ്രിയാനുഭവം എന്ന് പറഞ്ഞ സ്പർശനമാണ്. സ്പർശിച്ചുകൊണ്ട് തന്നെ സ്നേഹം കാണിക്കുന്ന ഒരു പിതാവ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ജസ്റ്റിസ് ഓഫ് ലവ് എന്ന് പറയുന്നത് അമ്മയാണ്. സ്നേഹത്തിൻ്റെ ന്യായ നീതി എന്നൊക്കെ പറയുന്നത് അമ്മയിൽ നിന്നുള്ള ആ ഒരു ഇൻട്രാക്ഷനിൽ നിന്നും ആ കുട്ടി സ്വായത്തമാക്കേണ്ടതാണ്. ഈ 2 കാര്യങ്ങളും, അതായത് 50% അച്ഛനും 50% അമ്മയുമാണ്. ഈ അച്ഛനും അമ്മയും ഏകദേശമെങ്കിലും തുല്യമായിട്ട് ഒരു കുട്ടിയെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും സംരക്ഷണം കൊടുക്കുക. അത് സംരക്ഷണം എന്ന് പറയുന്ന അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, പ്രൊട്ടക്ഷൻ. സ്നേഹം എന്ന് പറയുന്ന അമ്മയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളും ഒരേപോലെ വന്നു നിൽക്കുന്ന കുട്ടി വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ബാലൻസ് ചെയ്തൊരു കുടുംബജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണല്ലോ കുട്ടി. അവനൊരു നല്ലൊരു പൗരനായിരിക്കും, നല്ല സെക്ഷൽ ബിഹേവിയറുള്ള, സെക്ഷൽ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ഈ സമൂഹത്തിന് ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആശംസ, പ്രാർത്ഥന. ഹിമ, ഇപ്പൊ നമ്മൾ ഹിമ ഇരിക്കുന്നത് സെക്സോളജിസ്റ്റുമായിട്ടുള്ള ഒരു ചർച്ചയിലാണ്. ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹിമ എങ്ങനെയായിരിക്കും കൺക്ലൂഡ് ചെയ്യുന്നത്? എനിക്കിപ്പോ ഇവിടെ നിന്ന് സംസാരിച്ച് കേട്ടതും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടതും ഒക്കെ മനസ്സിലായി. ഇപ്പൊ ടൈറ്റസ് സാർ പറഞ്ഞതും ഒക്കെ കൂടി കേട്ടു. ഞാൻ പറയുന്ന നമ്മുടെ ശരീരത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്ഷുവാലിറ്റി. നമ്മളത് ആരോട് ഷെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സെക്സ് നടക്കുന്ന സമയം ആരും കാണിക്കാൻ ഉദ്ദേശിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്കാരുടെ മുമ്പിൽ ചിലപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. ശരിയാണ്, ഫാമിലിയിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനോട് ഭയങ്കരമായി റിലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും. ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കാര്യങ്ങൾ, അച്ഛനുമായിട്ടുള്ള ബന്ധങ്ങൾ, അമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു മെച്യൂർ സ്റ്റേജിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവൻ്റെ ശരീരം അവൻ്റെ മാത്രം സ്വന്തമാണ്, വേറെ ആരുമാണ് അവൻ്റെ സ്വകാര്യം, വേറെ ആരും അതിൽ ഇടപെടുകയോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഇത് അവൻ തന്നെയാണ്. ഈ ടൂള്, ശരീരം എന്ന ഈ ടൂള്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരീരം എന്ന ഈ ടൂളിനെ മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ മനസ്സും ബുദ്ധിയും ഒക്കെ തന്നിട്ടുള്ള മനുഷ്യന് തന്നെയാണ്. വേറെ ആൾക്കും അതിനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ ഹെൽപ്പ് ചോദിക്കാം, ഓക്കെ എനിക്കിത് അറിയില്ല, അപ്പൊ ആ സമയത്ത് നമുക്ക്. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡ്രൈ ആണ്. അതായത് കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോറടി, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇല്ലാതെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ, ഇപ്പം ആർട്ടുണ്ട്, തിയേറ്റർ ഉണ്ട്, എന്താണ് നാടകത്തിൻ്റെ രീതികളുണ്ട്, ഡാൻസ് ഉണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ ബോഡി കണക്ഷൻസിനെയൊക്കെ പുനർനിർവചിക്കുന്നു. ഒരു സെക്ഷൽ ആയിട്ടല്ലാതെ ഞാൻ എൻ്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഒരു ടോട്ടാലിറ്റീനെ ഭയങ്കര മാറ്റും. അവൻ്റെ ഈ ഇടപെടുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറ്റുന്നതാണ്. ഇതിനെയൊന്നും നമ്മൾ എടുക്കാതെ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ട് സംസാരിക്കും, നമ്മൾ ഭയങ്കര സയന്റിഫിക് ആയി സംസാരിക്കും. പക്ഷെ ഇതിന് വളരെ പ്രാക്ടിക്കലായിട്ട് ഈസി മാർഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അവനവന്റെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട അവനവൻ തന്നെയാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഈ ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എപ്പോഴും വ്യക്തികൾക്ക് മടികളുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള ആർട്ട് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ ആരോഗ്യകരമായ കാര്യങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സംഭവിപ്പിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നടത്തുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്നും ബോധവടല്ല എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആദ്യം മോളിൽ നിന്ന് ഒരു മാറ്റം എത്രയും പെട്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇനി റേപ്പുകൾ കൂടിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ശരീരത്തിനെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഇമോഷൻസിനെ കുറിച്ച് പഠിക്കണം എന്നാണ് വ്യക്തികളോടുള്ള എൻ്റെ അഭിപ്രായം. ഇനി ഗവൺമെന്റിനോടുള്ള തീർച്ചയായിട്ടും ഇതിന് ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാവിയിൽ നമ്മളുടെ സമൂഹത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ അത് 2 തലത്തിലും മാറ്റം അത്യാവശ്യമാണ്. ഈ സംവാദം ഇവിടെ പൂർണ്ണമാവുമ്പോൾ അറിവിന്റെ പുത്തൻ തലങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ സെൽഫിക്കായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച സെൽഫിയിലൂടെ കാണാം. നമസ്കാരം.